മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ച വിജയ്. ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിലാണ് വിജയ് മാപ്പ് ചോദിച്ചത്. വിജയ് ആരെന്ന് വിശേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. കരൂരിൽ എത്താനാകാത്തതിൽ വിഷമമുണ്ട് എന്നും വിജയ് കുടുംബാംഗങ്ങളോട് പറഞ്ഞു. കൂടെ ഉണ്ടാകുമെന്നും വിജയ് ഉറപ്പ് നൽകി. കെ വി ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഹോട്ടൽ മുറികളിൽ എത്തിച്ച് പ്രത്യേകമായി ഇവരെയൊക്കെ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുമെന്ന് നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായ വിവരമാണ്. എങ്ങനെയായിരുന്നു കൂടിക്കാഴ്ച? ഈ ഉറപ്പിൽ ബന്ധുക്കൾ വിശ്വാസത്തിലാണ്? അതായത് മാധ്യമങ്ങൾക്കോ മറ്റ് പൊതുജനങ്ങൾക്കോ പങ്കെടുക്കാനാവാത്ത വിധത്തിലാണ് ഇത്തരമൊരു മീറ്റിംഗ് അവിടെ നടത്തിയത്. മഹാബലിപുരത്തുള്ള ഒരു സ്വകാര്യ റിസോർട്ടിലേക്ക് ഈ ഇരകളായ, അതായത് കൊല്ലപ്പെട്ട ആളുകളുടെ, കരൂർ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് വിജയ് ഇവരെ കണ്ടത്. ഓരോരുത്തരെയും നേരിട്ട് കണ്ട് അവരുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു എന്നാണ് ചില മാധ്യമങ്ങൾ, തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മതിയായിട്ടുള്ള നഷ്ടപരിഹാര തുകയൊക്കെ നേരത്തെ തന്നെ വിജയ് കൈമാറിയിരുന്നു. ഏതായാലും ഈ ദുരന്തത്തിൽ താൻ ഒന്നും അറിഞ്ഞില്ല, നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ തനിക്ക് സാധിച്ചുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ മരിച്ച ആളുകളുടെ, കുട്ടികളുടെ ഉൾപ്പെടെയുള്ള ഫോട്ടോകൾ കണ്ട് വിജയ് വളരെയധികം വികാരാധീനായി എന്നും TVK വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ കുടുംബാംഗങ്ങളോട് നേരിട്ട് മാപ്പ് പറയുകയാണ് വിജയ് ചെയ്തത്. കരൂരിലേക്ക് എത്താനാവാത്തതിൽ തനിക്ക് അതീവ ദുഃഖമുണ്ട് എന്നും അവരെ അറിയിക്കുന്നുണ്ട്. പോലീസ് അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് വിജയ്ക്ക് കരൂരിലേക്ക് നേരിട്ട് എത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഇവരെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ കാണുന്ന രീതിയിലേക്ക് പോയത്. അതിനിടയിലാണ് വിജയ് വളരെയധികം വികാരാധീനായി മാപ്പ് ചോദിക്കുന്ന നടപടികളിലേക്കൊക്കെ പോയത്.